So what's gone is gone. Now we both moved on. Oh, that's la la la. എന്തൊന്നാതിരം ഫുഡാ ഇതിനൊക്കെ ആരാണാവോ കഞ്ഞിന്ന് പേരിട്ടത്. അപ്പോൾ നമുക്ക് കായ് വരിക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കായ് വരിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 1 കിലോ കായാണ്. അത് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ട് കുക്കറിലിടുക. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. പിന്നെ നമുക്കൊരു തേങ്ങ ചിരണ്ടിയത് വേണം. ആ തേങ്ങ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് അതിൽ ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു 10-15 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അവാശി അല്ലെങ്കിൽ വലിയ ജീരകം അതും ചേർത്ത് കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നോമ്പെല്ലാം ഇങ്ങെത്തി നല്ല ചൂട് സമയത്താണ് നോമ്പ്. അപ്പോൾ മുത്തായത്തിൻ്റെ സമയത്ത് ഇതുപോലെ കഞ്ഞിയും കായെല്ലാം ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. നമുക്ക് ബോഡി അധികം ഹെവി ആയിട്ട് തോന്നൂല. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞ് തുറന്നിട്ട് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മളെ കായ് വരിക റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി തിന്നാനും നല്ല തന്നെയാണ്. ഈ കഞ്ഞിയും പയറും പിന്നെ കഞ്ഞിയും കായും അതെല്ലാം തിന്നുമ്പോൾ ഇങ്ങനത്തെ ഒരു വട്ട പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് കഞ്ഞി ഇടുക, ഒരു ഭാഗത്ത് കായ് ഇടുക. അങ്ങനെ തിന്നുമ്പോൾ മറ്റേ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് തിന്നുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവും. പിന്നെ കഞ്ഞിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചട്ടി കാച്ചാത്ത വെളുത്തുള്ളി മുളകുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.